ഞങ്ങളിപ്പോൾ ആറ്റയിൽ പോയിട്ട് വരുവാണേ. ഞാനും ചിഞ്ചു ബസ്സിൽ, ദേവശേട്ടനും കേശപ്പനും ബൈക്കിൽ പോയിട്ടുണ്ട്. ചിഞ്ചു എന്ത് പറയാം എന്തെങ്കിലും. ഞാൻ ഇത്രയും നാളായി വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയത്, എന്നിട്ടും ഇപ്പോഴും അവളുടെ നാണം മാറിയിട്ടില്ല. നാണം കുട്ടിയാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഈസ്റ്റോട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ബസ് കയറാൻ പോവാം. അവർ ബൈക്കിൽ പോയി, നമുക്കിനി നമ്മുടെ ബസ് കയറാൻ പോകണം. വട്ടിയൂർക്കാവിനുള്ള ബസ്, വട്ടിയൂർക്കാവല്ല കൊല്ലശേഖരം ബസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈസ്റ്റോട്ട് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. എല്ലാവരും ഒന്ന് കാണണേ. ഇവളാണെങ്കിൽ ഇവളുടെ നാണം കാരണം ഇവൾ എന്നെ കൂടിയാണെങ്കിൽ ഇങ്ങനെ, ഞാനൊരു വിധത്തിലേ ഇങ്ങനെ വ്ളോഗൊക്കെ എടുത്ത് വ്ളോഗൊക്കെ എടുത്ത് ഞാനിങ്ങനെ ഒരു സെറ്റായി വന്നുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കിന് ഇവള് വന്ന് കുളമാക്കുമല്ല. കാണിക്കാം എന്തായാലും. കണ്ട, ഞാൻ വീഡിയോ എടുക്കുന്നതിന് അവൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. വന്ന് നിന്നുടനെ ബസ്സില്ലായിരുന്നു കേട്ടോ. കുറച്ച് സമയം നിന്നതിന് ശേഷമാണ് ബസ് വന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കയറിയിരുന്നു കേട്ടോ. നമുക്ക് അങ്ങോട്ടുള്ള ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ 8:45 അല്ലെങ്കിൽ പിന്നെ വട്ടിയൂർക്കാവ് ഇറങ്ങിയിട്ട് പോകേണ്ടി വരും കേട്ടോ. അപ്പോൾ രഘുചേട്ടനും കേശപ്പനും കൂടെ ബൈക്കിൽ പോയപ്പോഴത്തേക്കിനും ഞങ്ങളെ ബസ്സിൽ കണ്ടു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തോട്ട് വരുവാണേ. അങ്ങനെ വീടെത്തുന്നവരെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ മുമ്പിലും പുറകിലും ഉണ്ടായിരുന്നു കേട്ടോ. കണ്ട് നമ്മളെ ബസ്സിലിരിക്കുന്ന കണ്ടപ്പോൾ ആ കേശപ്പൻ വന്നതാണ് കേട്ടോ. പോയി അവരങ്ങോട്ട് തിരിഞ്ഞു പോയെങ്കിലും പോയിട്ടില്ലായിരുന്നു കേട്ടോ. ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. ബസ് എടുത്തതിന് ശേഷം അവരും പോയത് കേട്ടോ. അങ്ങനെ കണ്ട ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. ഈ ഒരു ബസ് പോയി കഴിഞ്ഞാൽ പിന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ 8 മണിക്കുള്ള ബസ്സിലാണ് ഞങ്ങൾ കയറിയിരിക്കുന്നത് കേട്ടോ. ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ 8:45 നമ്മളെ വട്ടിയൂർക്കാവ് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തോട്ട് കേട്ടോ. വട്ടിയൂർക്കാവിനാണെങ്കിൽ എപ്പോഴും ബസ് ഉണ്ടാവും. അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി നേരെ പിന്നെ വീട്ടിലോട്ട് നടന്നു പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ദേവശേട്ടനും കാശപ്പനും ഞങ്ങളുടെ മുമ്പിലും പുറകിലൊക്കെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അവർ കടയിൽ നിൽപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ പിന്നെ അവരവിടെ നിന്ന് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് വരണമെന്ന് പറഞ്ഞാൽ നിൽക്കാതെ ഒരൊറ്റ നടപ്പങ്ങ് നടന്ന് നേരെ വീട്ടിലോട്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് ചുമ്മാ എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. പിന്നെ കിടക്കട്ടെന്ന് വിചാരിച്ചേ. അപ്പോൾ അത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.